ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. അടുത്ത ഒരാഴ്ചത്തെ വാരഫലം ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് 2025 ഒക്ടോബർ 5 തീയതി മുതൽ ഒക്ടോബർ 11 തീയതി വരെയുള്ള അത്രയും ദിവസത്തെ 27 നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വാരഫല വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ഓരോ രാശിക്കും ഓരോ തവണ കബഡി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാരഫല വീഡിയോയിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കബഡിയിൽ കണ്ടത്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നു. പൂർണ്ണമായിട്ടും ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ ആദിത്യ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ജപാകുസുപ സംഘാശം കാശിപേയം മഹാദിത്യം തമോരും സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം. അപ്പൊ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ജോബ് റിലേറ്റഡ് അങ്ങനെയുള്ള ടെൻഷൻസ് കാര്യങ്ങളൊന്നും ഈ ഒരു വാരം അങ്ങനെ കൂടുതലായിട്ട് നിങ്ങളെ ഏൽക്കുന്നതല്ല. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ലൊരു വാരമാണ്. പക്ഷെ കൈവിട്ട ചിലവുകൾ കാണിക്കുന്ന ഒരു വാരമാകും. ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള എക്സ്പെൻസ് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അങ്ങനെ അലോക്കേഷൻ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായിട്ട് ചെറിയ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ചെറിയൊരു ദൈവാധീന കുറവ് കാര്യങ്ങൾ, തടസ്സങ്ങൾ ഈ ഒരു വാരം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന ഒരു വാരമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു വാരമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ അപ്പുറത്തുള്ള ഒരു ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, ചിലവുകൾ കൂടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാരമായിരിക്കും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമായിരിക്കുകയില്ല. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമാകില്ല. ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വര പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ് രംഗത്ത് നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു വാരം ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള നഷ്ടം, ഭാഗ്യ കടാക്ഷക്കുറവ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ ഈ ഒരു വാരം മാറി നിൽക്കുന്നതായിരിക്കും. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതായിരിക്കും. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, അങ്ങനെയുള്ള ശത്രു തടസ്സം
ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. ഈ ഒരു മന്ത്രം ദിവസവും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് 8 തവണ എങ്കിലും, കുറഞ്ഞത് ഒരു 8 തവണയെങ്കിലും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത, കാൽമുട്ടിന് അസ്വസ്ഥത, അതുപോലെ തന്നെ തലയ്ക്കുണ്ടാവുന്ന ചെറിയ വേദനകൾ, അങ്ങനെ ഉള്ള ഓവറായിട്ടുള്ള ടെൻഷൻസ്, അത് നിമിത്തമുള്ള അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ കുട്ടികൾക്ക്. അതുപോലെ തന്നെ മിഥുനക്കൂർ നക്ഷത്രക്കാർ കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള, ദൈവാധീനമുള്ള നല്ലൊരു സരസ്വതി ദേവി കടാക്ഷമുള്ള ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരം. അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന്റെയും ശിവ ഭഗവാന്റെയും പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമായതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ ദൈവാധീനമുള്ള നല്ലൊരു വാരമാണ്. അതുകൊണ്ട് തന്നെ കുടുംബദേവിയെ കൂടി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനാ വേളയിൽ കുടുംബദേവിയെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള കലഹ സാധ്യത, അങ്ങനെ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ ബിസിനസ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും, അങ്ങനെയുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലുള്ള ഒരു ഇഷ്യൂസ്, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശം ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ധനപരമായിട്ട് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ചെലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമാകും. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ഒരു വാരമാണ്. അതായത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് റിട്ടേൺസ്, പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടാനും അത് നിമിത്തം നല്ല രീതിയിലുള്ള ആ ഒരു ഇൻകം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ആ ഒരു ഭാഗ്യം, ദൈവാധീനം, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം പോലുള്ള ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഡീലിങ്സ് വളരെ സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാകും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഈ ഒരു വാരം മാറി നിൽക്കുന്നതാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള വാരമാണ്. കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് ചെറിയ തോതിലുള്ള തടസ്സം, അതായത് മടി പോലുള്ള അങ്ങനെയുള്ള അലസതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് സരസ്വതി ദേവി മന്ത്രം, അതുപോലെ തന്നെ കുടുംബദേവിയെ കൂടി നിത്യവും പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ തോതിലുള്ള അലസത,
അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സ്റ്റുഡൻസിന് കാണിക്കുന്നതാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെയുള്ള ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് നിമിത്തം, പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്ന നിമിത്തം അങ്ങനെയുള്ള ഫുഡ് അലർജി റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഞാനിപ്പോൾ പറയുന്നത് പൊതുവേ ഉള്ള ഒരു നക്ഷത്ര ഫലമാണ്. എല്ലാവർക്കും ഇത് 100% വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. കാരണം നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധി ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആവത്തില്ല. ഒരു മെജോറിറ്റി, ഞാൻ പറയുന്നത് ഒരു കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഒരു മെജോറിറ്റി ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് റിലേറ്റഡ്, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ, അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ കുടുംബദേവിയെ കൂടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള സൗന്ദര്യപ്പിണക്കം, അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് ഒഫീഷ്യലി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് വർക്ക് ചെയ്തിട്ടും ആ ഒരു കറക്റ്റ് വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യത, കാര്യങ്ങൾ വിചാരിച്ച പോലെ ആ ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ടെൻഷൻസ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന ഒരു വാരമാകും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ബുധനാഴ്ച വരെ ചെറിയ തടസ്സം നേരിടുന്നതാണ്. അതുപോലെ തന്നെ ചിലവുകൾ കൂടി നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ള അലസതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് സരസ്വതി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബദേവിയെ കൂടി നിത്യവും പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കവടി പ്രശ്നത്തിൽ കണ്ടത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയൊരു വാരം. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ളൊരു വാരം. ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും ദൈവാധീനമുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിരിക്കും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. എന്നിരുന്നാലും കുടുംബത്ത് ചെറിയ തോതിലുള്ള അങ്ങനെയുള്ള കലഹ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഇടയിലും അങ്ങനെയുള്ള കലഹ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ഭാഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന ഒരു വാരമാകും. ഔദ്യോഗികപരമായിട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് കാൽമുട്ടിന് അസ്വസ്ഥത, അതുപോലെ തന്നെ നടുവേദന, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ, എല്ലിന് ഉണ്ടാകുന്ന വേദന, ചെവിക്ക് അസ്വസ്ഥത, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത
ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. സ്റ്റുഡൻസിന് ദൈവാധീനമുള്ള നല്ലൊരു വാരമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ധനുക്കൂർ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള വാരമാണ്. ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്കും നല്ല ഒരു വാരമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ധനപരമായിട്ട് ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതൊരു വെൽ പ്ലാനിങ്ങോട് കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കബഡിയിൽ കണ്ടതാണ്. അതുപോലെ തന്നെ ശിവ ഭഗവാന്റെ അനുഗ്രഹവും കാണിക്കുന്നു. ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ചിലവുകൾ കൂടി നിൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പ്രോപ്പർ ബഡ്ജറ്റിൽ മുൻപോട്ട് പോകേണ്ടതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. വിവാഹം ആലോചിക്കുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബുധനാഴ്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള അപകട സാധ്യതകൾ ഉള്ളതുകൊണ്ട് നല്ല ദൈവാധീനത്തോടു കൂടിയും അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി പ്രോപ്പറായിട്ടുള്ള ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കണം. അങ്ങനെയുള്ള അശ്രദ്ധ നിമിത്തം അപകട സാധ്യതകൾ കാണിക്കുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം പൂരട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല ഒരു വാരമാകും. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ കുടുംബത്ത് പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള കലഹങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും. ധനപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായി അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നത് നിമിത്തം അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രം. മീനക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് ചെറിയ അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഓവറായിട്ട് വർക്ക് ലോഡ് കൂടി നിൽക്കാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു വാരം കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക. ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള കലഹ സാധ്യതകൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. സ്റ്റുഡൻസിന് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് മടി അങ്ങനെയുള്ള അലസതകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക, കുടുംബ ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ പറ്റുമെങ്കിൽ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. എന്നിരുന്നാൽ പോലും ബിസിനസ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്കും അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഡീലിംഗ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ആരോഗ്യപരമായി നോക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് കാൽമുട്ടിന് അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ തലയ്ക്ക് ഉണ്ടാകുന്ന തലവേദന, അതുപോലെ ഓവർ സ്ട്രെയിന്,
കണ്ണിനുള്ള ഓവർ സ്ട്രെയിൻ നിമിത്തം ഉണ്ടാകുന്ന നയന സംബന്ധമായിട്ടുള്ള വേദന, ചെവിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഇത്രയുമാണ് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ ഒരു വീഡിയോയുടെ താഴെ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.